ഇനി നമുക്ക് ഒരു മസാലക്കറി ഉണ്ടാക്കാം. സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നോൺ വെജ് ടേസ്റ്റ് തരുന്ന നല്ലൊരു മസാലക്കറിയാണ്. ചപ്പാത്തിക്കും ഈ കറി കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് സോയാ ചങ്ക്സ് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ അല്പം ഉപ്പും ചേർത്ത് തിളപ്പിച്ചിട്ട് ഈ സോയാ ചങ്ക്സ് ചേർക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചിട്ട് പിന്നെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി ഈ സോയാബീൻസ് ഒക്കെ നല്ലപോലെ അമർത്തി പിഴിഞ്ഞെടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ള സോയാ ചങ്ക്സ് ആണിത്. പിന്നെ വേണ്ടത് ഗ്രീൻ പീസ് ആണ്. അപ്പൊ ഇത് 6 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഇത് 2 വിസിലിനാണ് വേവാറ്. അപ്പൊ കുക്കറിലേക്ക് ഈ ഗ്രീൻ പീസും വെള്ളവും അല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുക്കാമേ. ഒരു 1/4 വേവ് മതി. എന്നിട്ട് ഈ ഗ്രീൻ പീസും മാറ്റി വയ്ക്കാം. ഇനി ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 മീഡിയം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സെക്കൻഡ് റോസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി. അധികം കളറൊന്നും മാറണ്ട. പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ 2 ചെറിയ സവാള അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 ചെറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റി കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഓപ്ഷണലായിട്ടും ചേർക്കാം. ചെറിയ തീയിൽ ഈ പൊടികളൊക്കെ റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് നല്ല പഴുത്ത ഒരു മീഡിയം തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് വാടാൻ തുടങ്ങുമ്പോൾ നേരത്തെ എടുത്തു വെച്ച ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യമുള്ള ഉപ്പും ചേർക്കണം. 2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്കായ, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ ചൂടിൽ തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിങ്ങനെ മിക്സ് ചെയ്ത ശേഷം 2 മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. പിന്നെ ഒരു 2 മിനിറ്റും കൂടെ വളരെ ചെറിയ തീയിൽ വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓപ്ഷണലായിട്ട് വെളിച്ചെണ്ണയിൽ അല്പം ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്താൽ നല്ലൊരു മസാലക്കറി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.